പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഐഫോൺ അല്ലെങ്കിൽ iOSൽ എങ്ങനെ നമുക്ക് CAPCUT ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ്. ആപ്പ് സ്റ്റോർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ആപ്പ് സ്റ്റോറിൽ വന്നതിന് ശേഷം സെർച്ച് ബാറിൽ വന്നിട്ട് CAPCUT എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് CAPCUT ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ അല്ല. കാരണം നമ്മൾ ഇന്ത്യൻ സെർവറിലായതുകൊണ്ടാണ് അവൈലബിൾ അല്ലാത്തത്. അപ്പോൾ സെർവർ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് CAPCUT ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾ ആപ്പ് സ്റ്റോറിൻ്റെ ഹോം പേജിലോട്ട് വന്നതിന് ശേഷം റൈറ്റ് ഭാഗത്ത് പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതോടെ നമ്മളുടെ പേരും അതേപോലെ തന്നെ ആപ്പിൾ ഐഡിയും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ഭാഗം കാണാം. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്യുക. ഇതോട് കൂടിയിട്ട് നമ്മളുടെ സെറ്റിങ്സ് ഭാഗത്തോട്ട് വരുന്നതാണ്. മാനേജ് പേയ്മെൻറ്റ്സിന് താഴെയായിട്ട് കൺട്രി ഓർ റീജിയൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതോടെ നമ്മളുടെ കൺട്രി ഓർ റീജിയൻ ചേഞ്ച് ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരുന്നതാണ്. ആ ഇൻ്റർഫേസിൽ ചേഞ്ച് കൺട്രി ഓർ റീജിയൻ എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അതോട് കൂടിയിട്ട് നമുക്ക് ഏത് രാജ്യമാണ് സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് വായിക്കാം. 21 പേജ് ഉണ്ട്. അത് മുഴുവനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം അഗ്രി എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി വരുന്ന ഇൻ്റർഫേസിൽ നമുക്ക് ആദ്യം തന്നെ ചോദിക്കുന്നത് പേയ്മെൻറ്റ് മെത്തേഡാണ്. അത് നൺ കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് നെയിം, സർനെയിം എന്നിവ എൻ്റർ ചെയ്തതിന് ശേഷം ബില്ലിംഗ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയായിട്ട് സ്ട്രീറ്റ് എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹലോയോ ഹായോ, സ്ട്രീറ്റ് 2 ഉണ്ട്, അതും ഹലോയോ ഹായോ കൊടുക്കുക. പോസ്റ്റ് കോഡ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം. 2899 ആണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം സിറ്റിയുടെ പേര് എൻ്റർ ചെയ്യാനാണ്. അത് ഞാനിവിടെ ABC എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് സൗത്ത് ഓസ്ട്രേലിയ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഫോൺ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ കൺട്രി കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് 123 കൊടുത്താൽ മതി. അതിനുശേഷം 7 ഡിജിറ്റ് ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഡൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൺട്രി റീജിയൻ കാണാൻ സാധിക്കും. അതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സെർവർ മാറുന്നതാണ്. ഇതോടുകൂടി ഓസ്ട്രേലിയ സെർവറിലോട്ടാണ് നമ്മൾ മാറിയിരിക്കുന്നത്. ഇനി വീണ്ടും സെർച്ച് ബാറിലോട്ട് വരിക. അതിനുശേഷം CAPCUT എന്ന് വീണ്ടും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് CAPCUT വീഡിയോ എഡിറ്റർ ഇവിടെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആയി വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഗെറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫേസ് ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന CAPCUT വർക്കാകുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും ആപ്പ് സ്റ്റോറിലോട്ട് വന്നതിന് ശേഷം നമ്മളുടെ കൺട്രി ഓർ റീജിയൻ പഴയതുപോലെ തന്നെ ഇന്ത്യ ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലോട്ട് വന്നതിന് ശേഷം GPay എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ GPay ഇവിടെ അവൈലബിൾ അല്ല. കാരണം ഇന്ത്യൻ സെർവറിൽ അവൈലബിൾ ആയിട്ടുള്ള പല ആപ്ലിക്കേഷനുകളും ഓസ്ട്രേലിയൻ സെർവറിൽ അവൈലബിൾ അല്ലായിരിക്കും. അപ്പോൾ അതൊന്നും തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ പെട്ടെന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും CAPCUT ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഭാഗത്തോട്ട് വന്നതിന് ശേഷം കൺട്രി ഓർ റീജിയൻ ഇന്ത്യ ആയിട്ട് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകൾ തന്നെ വരിക. പ്രൊഫൈൽ ഭാഗത്തോട്ട് വന്നതിന് ശേഷം നമ്മളുടെ ആപ്പിൾ IDയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രി ഓർ റീജിയൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കൺട്രി റീജിയൻ്റെ ഡീറ്റെയിൽസുകൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്ട്രീറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്ട്രീറ്റ് 1, സ്ട്രീറ്റ് 2, സ്ട്രീറ്റ് 3 അതേപോലെ തന്നെ സിറ്റി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് കറക്റ്റായി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പോസ്റ്റ് കോഡ്, നിങ്ങളുടെ പോസ്റ്റ് കോഡ് കൃത്യമായി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പർ, അത് 10 അക്ക മൊബൈൽ നമ്പർ കറക്റ്റായി തന്നെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുത്ത് നിങ്ങളുടെ പഴയ സെർവറായിട്ടുള്ള ഇന്ത്യൻ സെർവറിലോട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. പലരും മിസ്റ്റേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പ്രത്യേക സാഹചര്യങ്ങളിൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ സെർവറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെർവർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ സെർവറിലോട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ GPay എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GPay ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി എല്ലാ ഇന്ത്യൻ സെർവറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്കൊന്ന് CAPCUT ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ CAPCUT ഇപ്പോഴും വർക്കാവുന്നുണ്ട്. അപ്പോൾ
സെർവറും നമ്മുടെ ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നപ്പോഴും നമുക്ക് CAPCUT യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ജസ്റ്റ് CAPCUT ഡൗൺലോഡ് ചെയ്യാൻ മാത്രമായിട്ടായിരുന്നു നമ്മൾ ആ ഓസ്ട്രേലിയൻ സെർവർ ഉപയോഗിച്ചിരുന്നത്. ഇനി CAPCUTലെ എല്ലാ എഫക്റ്റുകളും നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ടർബോ VPN പ്രൈവറ്റ് ബ്രൗസർ എന്ന് പറയുന്ന VPN നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ CAPCUT ഉപയോഗിക്കുന്ന പലർക്കും എഫക്റ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനാണ് ഇത് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഈ VPNലോട്ട് കയറി വരിക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ്റെ വിൻഡോ വരുന്നതാണ്, ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഒരു ഇൻ്റർഫേസ് വരും, അതിൽ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തതായിട്ടുള്ള ഇൻ്റർഫേസിന് അലോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നതോട് കൂടിയിട്ട് കണക്റ്റ് ആവുന്നതാണ്. VPN കണക്റ്റ് ആയി കഴിഞ്ഞാൽ VPN കണക്റ്റഡ് എന്ന് എഴുതി കാണിച്ചിട്ട് ഒരു ടൈം വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ എഡിറ്റിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം എഫക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഫക്റ്റുകളെല്ലാം അവൈലബിൾ ആണ്. നമ്മളുടെ ടർബോ VPN ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് എഫക്റ്റുകൾ ഡൗൺലോഡ് ആയിട്ടിരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റുകൾ ഡൗൺലോഡ് ആയിരിക്കുന്നതല്ല. ഈ രീതിയിൽ CAPCUT വളരെ സിമ്പിളായിട്ട് iOSൽ ഡൗൺലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.